Another bomb movie from Friday bomb star Dhyan Srinivasan, Bullet Diaries. ബുള്ളറ്റ് പ്രേമിയായ ഒരു യുവാവിന്റെ കരളലിയിപ്പിക്കുന്ന കഥനകഥ. What? കാണുമ്പോഴേ ഒരു വികാരം തോന്നും. ബുള്ളറ്റ് മെക്കാനിക് രാജുവിന്റെ കഥ. കൊത്ത രാജല്ല, നാട്ടിൻപുറത്തെ രാജു. കാണുമ്പോഴേ ആ നാട്ടിലെ പ്രമുഖ ബൈക്ക് മെക്കാനിക്കാണ് ആശാൻ. സൂപ്പർ മെക്കാനിക്കല്ലേ. ആശാന്റെ ശിഷ്യനാണ് ധ്യാനേട്ടൻ. അങ്ങനെ ആശാന്റെ കീഴിൽ ഇരുമ്പുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാകും ധ്യാനേട്ടൻ. പെണ്ണിന് പകരം ഇരുമ്പിനെ പ്രണയിച്ചവൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെയൊന്നും പറയരുതിട്ട്. എങ്ങനെ ഒരാൾക്കാര് എന്തൊക്കെ കമന്റാ പറയുന്നത്. ഈ സമയത്താവും ആശാന്റെ ഷോപ്പിലേക്ക് ഒരു അങ്കിൾ കടന്നു വരുന്നത്. ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ബുള്ളറ്റാ അതൊന്ന് കൊടുക്കണം. അത് കേട്ടതും ആശാൻ അങ്കിളിനെ ആട്ടി ഓടിക്കും. ബുള്ളറ്റ് എന്ന് കേട്ടതും അത് സ്വന്തമാക്കാനായിട്ട് ആ അങ്കിളിന്റെ പുറകെ വെറി പിടിച്ച നായയെ പോലെ ധ്യാനേട്ടൻ വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങി ഓടും. അത് കേട്ടതും ധ്യാനേട്ടൻ അവിടെ നിന്ന് പട്ടി മോങ്ങുന്നത് പോലെ മോങ്ങും. ധ്യാനേട്ടന്റെ കരച്ചിൽ കണ്ടതും അങ്കിളിന്റെ മനസ്സലിയും. എങ്ങനെ അലിയാതിരിക്കും, അമ്മാതിരി കരച്ചിലല്ലേ കരഞ്ഞത്. ശേഷം അങ്കിൾ ധ്യാനേട്ടനെയും കൂട്ടി ബുള്ളറ്റിന്റെ ഓണർ രഞ്ജിയേട്ടന്റെ അടുത്തെത്തും. അപ്പോൾ അവിടെ കത്തിക്കരിഞ്ഞ കമ്പിക്കൂട് പോലൊരു ബുള്ളറ്റ്. ധ്യാനേട്ടൻ ആ തുരുമ്പെടുത്ത് ബുള്ളറ്റ് വാങ്ങാൻ പോകുന്നു എന്നറിഞ്ഞതും ധ്യാനേട്ടന്റെ മം കട്ടക്കലിപ്പിലാകും. അതോടെ ധ്യാനേട്ടൻ സെഡാകും. പിന്നീട് തന്റെ വല്യമ്മത്തള്ളയുടെ കയ്യിൽ കിടന്ന് വളം വാങ്ങി പണയം വെച്ച് ആ പണം കൊണ്ട് ധ്യാനേട്ടൻ ആ ബുള്ളറ്റ് അങ്ങ് വാങ്ങും. ശേഷം തന്റെ ആശാൻ ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി ആ തകരവണ്ടി ഒരു പിക്കപ്പ് വാനിൽ കയറ്റി ധ്യാനേട്ടൻ വർക്ക്ഷോപ്പിൽ വന്നിറങ്ങും. ഇത് കണ്ടതും ആശാൻ ആകെ സീനാകും. ആ തോമസ് വെറും ഫ്രോഡാണ്, ഈ പാട്ടവണ്ടി നിനക്ക് തന്ന് അവൻ നിന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറയും. എന്നിട്ട് ആശാൻ ധ്യാനേട്ടനെ പ്രാഗി ശപിക്കും. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. ആശാന്റെ ഊക്ക് കിട്ടിയതും ധ്യാനേട്ടൻ ഒരു ചലഞ്ച് അങ്ങ് ഏറ്റെടുക്കുകയാണ്. എ ബുള്ളറ്റ് ചലഞ്ച്. ഒരു രക്ഷയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് ആ ബുള്ളറ്റ് പണിതിറക്കുക, അതും ധ്യാനേട്ടൻ ഒറ്റയ്ക്ക്. അങ്ങനെ വളയും തുളയും തിരിച്ചറിയാനാവാത്ത ധ്യാനേട്ടൻ ആ ബുള്ളറ്റ് ചലഞ്ച് ആരംഭിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ആ ബുള്ളറ്റിന്റെ ടാങ്ക്, മഡ്ഗാർഡ്, ഷോക്ക് അബ്സോർബർ, ഹാൻഡിൽ, സകലമാന സാധനങ്ങളും ഊരി മാറ്റിയിട്ട് ദൂരെ നിന്നും നോക്കി രസിക്കുകയാവും. പിന്നെ തീ പാറുന്ന വർക്കാണ് ധ്യാനേട്ടൻ കാഴ്ചവെക്കുന്നത്. അഴിച്ചു മാറ്റിയ പാർട്സ് എല്ലാം മാറ്റി പുതിയത് സെറ്റ് ചെയ്യും. ഒരു സൈക്കിളിന്റെ ചെയിൻ സെറ്റിയാൽ അതൊന്ന് സെറ്റാക്കാൻ ഞാനൊക്കെ 3 ദിവസം എടുക്കും. അപ്പോഴാണ് ധ്യാനേട്ടൻ വെറും ഒറ്റ രാത്രി കൊണ്ട് ഒരു ബുള്ളറ്റ് പണിഞ്ഞിറക്കുന്നത്. എന്നാലും ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും പുതിയ പാർട്സ് ഒക്കെ എങ്ങനെയാവും ധ്യാനേട്ടന് കിട്ടിയത്? വല്ല കള്ളക്കടത്തുമാണോന്ന് ചോദിച്ചാൽ അങ്ങനെ രാഖി രാമായണം ധ്യാനേട്ടൻ ആ തുരുമ്പ് പിടിച്ച വണ്ടിയുടെ A to Z വർക്കുകൾ തീർത്ത് അതിനെ പുതിയ ബുള്ളറ്റാക്കി മാറ്റും. തൊട്ടടുത്ത ദിവസം തന്റെ വർക്ക്ഷോപ്പിന്റെ മുന്നിൽ വൻ ജനാവലി കണ്ട ആശാൻ അവിടെ എത്തി നോക്കുമ്പോൾ പളപള മിന്നുന്ന പുത്തൻ ബുള്ളറ്റുമായി ധ്യാനേട്ടൻ. ആ പെയിന്റെങ്കിലും ഒന്നുണങ്ങാൻ സമയം കൊടുക്കാമായിരുന്നു. അതോടെ ആശാൻ ഔട്ട്. പിന്നെ ധ്യാനേട്ടനാവും ആ നാട്ടിലെ മെയിൻ ബുള്ളറ്റ് മേസ്ത്രി. പിന്നെ ധ്യാനേട്ടന് ഒന്ന് അപ്പിയിടാൻ പോലും സമയം കിട്ടാത്തത്ര പണിത്തിരക്കാണ്. നാട്ടിലെ കൊച്ചു കാന്താരിമാർ, കലിപ്പന്മാർ, 90s അമ്മാവന്മാർ വരെ ധ്യാനേട്ടനെ കൊണ്ട് വണ്ടി മോഡിഫൈ ചെയ്യാൻ കാത്തുകിടക്കുകയാവും. എന്തിന് മോളിവുഡിലെ ഡെത്ത് സ്റ്റാർ സന്തോഷ് ജി വരെ ധ്യാനേട്ടന് അഡ്വാൻസ് തുക നൽകി ക്യൂ നിൽക്കുകയാവും. അങ്ങനെ ഒരിക്കൽ ഒരു കലിപ്പൻ തന്റെ കാന്താരിയുമായി വർക്ക്ഷോപ്പിലെത്തിയതും ധ്യാനേട്ടനോട് ശിഷ്യൻ ചോദിക്കും, പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ധ്യാനേട്ടൻ പെണ്ണ് കാണാനായി ഒരു വീട്ടിലെത്തി സ്വന്തമായിട്ട് അങ്ങ് തള്ളു തുടങ്ങും. ഇത് കേട്ടതും പെൺകുട്ടി പറയും, നീ എത്ര തള്ളിയിട്ടും കാര്യമില്ല, എനിക്ക് ഈ ഡീസൽ മെക്കാനിക്കുമാരെന്ന് കേൾക്കുന്നതേ കലിപ്പാണ്. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ ഇങ്ങനെ തന്റെ ബുള്ളറ്റ് കഴുകുന്നു തുടയ്ക്കുന്നു. ഇതിനിടയിൽ നിനക്കൊന്ന് അലക്കി നനച്ച് കുളിച്ചൂടെ എന്നെങ്ങാനും ചോദിച്ചാൽ അങ്ങനെ ഊക്കിന് മുകളിൽ ഊക്ക് കിട്ടി ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോഴാകും ഏട്ടന്റെ പിന്നാമ്പുറം കണ്ട നായികയ്ക്ക് ഏട്ടനോട് ക്രഷ്. ധ്യാനേട്ടന്റെ പിന്നാമ്പുറം എന്നൊക്കെ പറഞ്ഞാൽ
തൊട്ട് തൊഴാൻ തോന്നും. ഇങ്ങനെ പിന്നാമ്പറം കാണിച്ച് പെൺകുട്ടികളെ വിളയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊക്കെ മുണ്ടും പൊക്കി പിടിച്ച് റോഡരികിൽ കുനിഞ്ഞു നിന്നേനെ. അങ്ങനെ തന്റെ കാന്താരിയും ബുള്ളറ്റും ഒക്കെയായി ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്നതിനിടയിലാണ് ഇങ്ങരുടെ ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് ഒരുത്തൻ കടന്നു കളയുന്നത്. പിന്നെ ധ്യാനേട്ടൻ തന്റെ ബുള്ളറ്റും തിരിഞ്ഞ് ആ നാട് മുഴുവൻ തെണ്ടിത്തിരിയുകയാവും. അപ്പോഴാണ് വൺ ട്വിസ്റ്റ്, ഇങ്ങരുടെ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത് രഞ്ജിയേട്ടന്റെ മകനാണത്രേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ രഞ്ജിയേട്ടന്റെ മകൻ ഒരു കട്ട ബുള്ളറ്റ് ഫാനാണത്രേ. ഒരിക്കൽ അവൻ തന്റെ മമ്മിനെയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കും. ആ ട്രിപ്പ് ചെന്ന് അവസാനിക്കുന്നത് ഏതോ പാണ്ടിലോറിക്കടിയിൽ. അതോടെ അവന്റെ മം ഡെഡാകും. അതിന്റെ കലിപ്പിൽ രഞ്ജിയേട്ടൻ ആ ബുള്ളറ്റ് അങ്ങ് കത്തിക്കും. കത്തിക്കരിഞ്ഞ ആ ബുള്ളറ്റാണ് ധ്യാനേട്ടൻ മോഡിഫൈ ചെയ്തെടുത്ത് സെറ്റാക്കി എടുത്തത്. അവസാനം രഞ്ജിയേട്ടന്റെ മകന്റെ സങ്കടം കണ്ട ധ്യാനേട്ടൻ ആ ബുള്ളറ്റ് രഞ്ജിയേട്ടന് തിരികെ നൽകും. ടച്ചിങ് സ്റ്റോറിയാണ് കാണുക. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.